അല്ലാഹു പറയുകയാണ് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫിദാ. ഈ മനുഷ്യന് ബുദ്ധി തന്നത് ഞാനല്ലയോ? അവനീ പഠിച്ച വൈദ്യശാസ്ത്രത്തിന്റെ മുഴുവൻ ഫോർമുലയും പഠിപ്പിച്ചു കൊടുത്തതാരാ? അവൻ MBBS പാസ്സാകാനുള്ള ബുദ്ധി കൊടുത്തതാരാ? ഈ മരുന്നുകൾ കൂട്ടിച്ചേർക്കാനുള്ള കണ്ടന്റുകൾ അവന് കൊടുത്തതാരാ? ആ കണ്ടന്റുകൾ ഈ ലോകത്ത് സൃഷ്ടിച്ചതാരാ? മോനെ, ഈ കാണുന്ന കാർബൺ ഡയോക്സൈഡും ഓക്സിജനും നൈട്രജനും അടക്കമുള്ള എല്ലാ വാതകങ്ങളും സൃഷ്ടിച്ചു വെച്ചിട്ട് അതിലൂടെ മരുന്നുണ്ടാക്കി കൊടുക്കാൻ ഈ ഡോക്ടറെ പഠിപ്പിച്ചതാരാ? അത് നിന്റെ അല്ലാഹു അല്ലയോ? അത് നിന്റെ അല്ലാഹു അല്ലയോ? അതുകൊണ്ട് ഏത് മാരകമായ ക്യാൻസർ വന്നാലും ഡോക്ടർമാര് മുഴുവന് കൈവിട്ടിട്ട് അവസാന നിരാശയിലോട്ട് കടന്നുപോയ മാരകമായ രോഗം ബാധിച്ച എന്റെ പ്രിയപ്പെട്ട രോഗികളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏറ്റവും വലിയ മരുന്നായിട്ട് പറയുക ഒന്നെന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മാരകമായ രോഗം വന്ന ഒരു മഹാനായ മനുഷ്യന്റെ കഥ പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട മാറാരോഗികളെ, നിങ്ങൾ കേൾക്കുക. 99% ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടതാണെങ്കിലും അല്ല പറയുകയാ അങ്ങനെ ഖത്തറിലെ ഹോസ്പിറ്റലിൽ കുട്ടി കിടക്കുന്നുണ്ട്, 1 വയസ്സുള്ള കുട്ടി. അതാരാ കുട്ടി എന്നറിയോ? ഇന്നലെ ഞാൻ കേച്ചിരിയിൽ പറയുമ്പോഴും ദുആ ചെയ്തടാ. എടാ കുട്ടി എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പിതൃസമാനമായ വാത്സല്യത്തോടെ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഖത്തറിൽ താമസിക്കുന്ന ഇബ്രാഹിം ഹാജിയുടെ അതിഥിയായി ഖത്തറിലെത്തുമ്പോ അവിടുത്തെ അൽ റാഷിദ് ഹോസ്പിറ്റലിൽ പോയി 1 വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിയുടെ പിതാവ് ഇന്നും എന്നെ ഫോണിൽ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. 8 വർഷത്തോളം കാത്തിരുന്ന് അവർക്ക് കിട്ടിയ പൊന്നുമോന. ആ പൊന്നുമോൻ 6 മാസം വരെ ഒരു പ്രശ്നവുമില്ല. 6 മാസം കഴിഞ്ഞപ്പോ ഛർദിക്കാൻ തുടങ്ങി. അവസാന ഖത്തർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ 8 വർഷം കാത്തിരുന്ന് കിട്ടിയ 6 മാസം പ്രായമുള്ള കൺമണിയെ സ്കാനിങ്ങിന് വിധേയമാക്കി ദുആ ചെയ്തുകൊണ്ട് മാതാപിതാക്കൾ ഇരിക്കുമ്പോ ഡോക്ടർ വന്ന് പറഞ്ഞ വാക്കെന്നറിയോ? 6 വയസ്സുള്ള പൊന്നുമോന് ബ്രെയിൻ ട്യൂമറാണ്. അവന്റെ തലച്ചോറിൽ ട്യൂമർ പഴുത്ത് കിടക്കുകയാ. 8 മണിക്കൂർ നീണ്ടു നിന്ന ഓപ്പറേഷനിലൂടെ മുറിച്ചു മാറ്റി. ഡോക്ടർ പറഞ്ഞ് സമാധാനിച്ചോ, ഇനി പ്രശ്നമില്ല. 2 മാസം സമാധാനം. 2 മാസം കഴിഞ്ഞപ്പോ വീണ്ടും ഛർദിക്കാൻ തുടങ്ങി. ആ പൊന്നുമോന്റെ ശരീരത്തിലെ തലച്ചോറിൽ വീണ്ടും ട്യൂമർ വളരുകയാ. ഇനി മുറിക്കാൻ കഴിയില്ല. അത് മുറിച്ചു കാട്ടാൻ കഴിയുന്നതിനപ്പുറം ജാർവിക് 7 എന്ന പേരിൽ കൃത്രിമ ഹൃദയമുണ്ടാക്കിയ വൈദ്യശാസ്ത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ തലച്ചോറിലെ ട്യൂമർ മുറിച്ചു മാറ്റാൻ കഴിയില്ല. പൊന്നുമോനെ, വൈദ്യശാസ്ത്രം പരാജയപ്പെടുകയാ. വൈദ്യശാസ്ത്ര സയാമീസ് ഇരട്ടകളുടെ ശരീരം 2ആയി മുറിച്ചു മാറ്റി കൊടുത്ത ലോകത്താദ്യമായി കൃത്രിമ ഹൃദയം തന്നെ ഉണ്ടാക്കിയ കൃത്രിമമായി മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ആ ഡോക്ടർമാര് കൈമലത്തുകയാണ്. കഴിയില്ല. ആ കുട്ടി ഇപ്പോഴും മരണത്തോട് മല്ലടിച്ചിട്ട് ഖത്തറിലെ ഹോസ്പിറ്റലിൽ കഴിയുകയാ. ഇന്നലെ ഇബ്രാഹിം സാഹിബ് വീട്ടിലേക്ക് വന്ന് തിരിച്ച് ഖത്തറിലോട്ട് പോകുമ്പോ ആ കുട്ടിയുടെ ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ഇബ്രാഹിം സാഹിബേ, തിരിച്ചു വരുമ്പോൾ അല്പം കുന്തിരിക്കം കൂടി കൊണ്ടുവരണം. എന്തിനാന്ന് ചോദിച്ചപ്പോ ഡോക്ടർമാര് കൈമലത്തി എന്റെ മോനിനി മരണത്തിലോട്ട് പോവുകയാ. അവനെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള കുന്തിരിക്കം കൂടി നിങ്ങൾ കൊണ്ടുവരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, 1 വയസ്സുള്ള മോനെ കുളിപ്പിക്കാനുള്ള കുന്തിരിക്കവും കയ്യിൽ പിടിച്ച് ആ മാതാപിതാക്കള് കാത്തിരിക്കുമ്പോ അല്ലാഹുവേ, ആ കുഞ്ഞിന് നീ ശിഫ നൽകണേ അല്ലാ. ഈ സാദാത്തുക്കൾ ഇരിക്കുന്ന ഈ സദസ്സ് നാമീം പറയട്ടെ. ആ പൊന്നുമോൻ അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാറാരോഗങ്ങളും മാറാവ്യാധികളും നിന്നെ അലോസരപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മാരക രോഗം ബാധിച്ച നാവും ഹൃദയവും അടിച്ചിട്ട് ശരീരം മുഴുവൻ പഴുത്തു പറങ്ങലിച്ചു പോയാ, നാവും ഹൃദയവും അടിച്ചിട്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മാരകമായ രോഗം വന്ന് പഴുത്തു പറങ്ങലിച്ചു പോയ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അയ്യൂബ് നബിയുടെ മാരകമായ രോഗം മാറ്റിയടാരാ? അത് അലക്സാണ്ട്രിയയിലെ ഡോക്ടറല്ല, ഡോക്ടറല്ല, അത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നല്ല. ഏറ്റവും വലിയ മരുന്ന് ഏടെന്നറിയോ? എന്നെ കേൾക്കാനൊരു ജനസഹസ്രങ്ങൾ
നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാ, ലോകത്തിനെ നിരാശപ്പെടുത്താത്ത മരുന്നേടാ. ഏത് ഡോക്ടറുടെ അടുക്കൽ പോയാലും ആ മരുന്ന് നിരാശപ്പെടുത്തിയേക്കാ, പക്ഷേ നിരാശയില്ലാത്ത മരുന്നേടാ. ആ മരുന്നാണ് അല്ലാഹു പറയുന്നത്, വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു റബ്ബി അന്നീ മസ്സനിയൽ ദുർറു വഅന്ത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നാവും ഹൃദയവും അഴിച്ച് ബാക്കി മുഴുവനും പടുത്ത് പറങ്ങലിച്ച് അവസാനം മലമൂത്ര വിസർജനത്തിന് വേണ്ടി വെളിയിൽ കൊണ്ടുപോയി ഭാര്യ കൈപിടിച്ചിരുത്തുകയാ. ക്യാൻസർ വന്നവരെ, മാരക രോഗം വന്നവരെ, ഭാര്യയുടെ കൈ പിടിച്ചിട്ടല്ലാത്ത മലമൂത്ര വിസർജനത്തിന് പോകാൻ കഴിയില്ല. അവിടെ ഇരുന്നിട്ട് മലമൂത്ര വിസർജനം നടത്തുമ്പോ ഭാര്യ വെളിയിലേക്ക് പോയി. അയ്യൂബ് നബിക്ക് എഴുന്നേൽക്കണമെന്ന് കഴിയുന്നില്ല, ഭാര്യ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അല്ലാഹുവേ, ഈ രോഗം വന്നിട്ട് എനിക്ക് സ്വന്തമായിട്ടൊന്നും എഴുന്നേക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാ, ഒന്ന് മലമൂത്ര വിസർജനം ചെയ്യാ റബ്ബേ, എനിക്ക് സ്വന്തമായിട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ആ സമയത്തും മനസ്സിൽ ദുഃഖം കെട്ടി നിന്നപ്പോ അയ്യൂബ് നബി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. അല്ലാഹുവേ, അല്ലാഹുവേ, ഖുർആൻ പറയുകയാണ്, അല്ലാഹുവേ, അല്ലാഹുവേ, അന്നീ മസ്സനിയൽ ദുർറു വഅന്ത അർഹമുർ റാഹിമീൻ. എനിക്കൊരു വലിയ പ്രശ്നം വന്നു അല്ലാ, നീ എന്നെ പടച്ചവനാണ്, നീ എന്നെ സൃഷ്ടിച്ചവനാണ്, എനിക്ക് രോഗം തന്നത് നീയാണ്, ശാഫി നീയാണ്, കാഫി നീയാണ്, മുആഫി നീയാണ്, വഅന്ത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, 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 എന്റെ രോഗത്തെ നീ ശിഫയാക്കണേ അല്ലാ. കണ്ണ് നിറഞ്ഞിട്ട് കൽബ് നിറഞ്ഞിട്ട് പടച്ച റബ്ബിനോട് കയ്യൊത്തി ദുആ ചെയ്താ എന്തേ ചെറുപ്പക്കാരെ കഴിയുന്നില്ല? കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സിട്ടിക്കാട് എന്റെ റബ്ബിന് കഴിവുണ്ടെങ്കിൽ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ ചന്ദ്രഗോളത്തെ പിളർത്തി കാണിക്കാൻ എന്റെ റബ്ബിന് കഴിയുമെങ്കിൽ, അല്ലാഹുവേ, ആകാശത്തിന്റെ ശൂന്യതയിൽ നിന്ന് മായിദ ഇറക്കാൻ എന്റെ റബ്ബിന് കഴിയുമെങ്കിൽ, അല്ലാഹുവേ, ഏത് ഡോക്ടർ കൈവിട്ടാലും, ഏത് രോഗികൾ മറന്നു പോയാലും, ഏത് മരുന്ന് ശിഫയായില്ലെങ്കിലും പെങ്ങളെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റിട്ട് മുസല്ലയുടെ മുമ്പിൽ കുനിഞ്ഞു കിടത്തിട്ട് വിളിക്കണം, അല്ലാഹുവേ, 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 ഇന്നറാദനി അല്ലാഹുവേ ലുർരിൻ അൽഹുന്ന കാസിഫാതു ലുർരിഹി. അല്ലാഹുവേ, എനിക്കൊരു വിപത്ത് വരണമെന്ന് തീരുമാനിച്ചാൽ അതിനെ മാറ്റാൻ ലോകത്തൊരാൾക്കും കഴിയില്ല അല്ലാ. പറയണ സഹോദരങ്ങളെ, അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഒരു മാരക രോഗം വരണമെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് മാറ്റാൻ ഈ ലോകത്തുള്ള 10,000 ഡോക്ടർമാരെന്റെ ശസ്ത്രക്രിയ നടത്തിയാലും കരലെടുത്ത് മാറ്റിവെച്ചാലും കഴിയില്ല അല്ലാ, നീ വിചാരിച്ചാലല്ലാതെ. അങ്ങനെയാണെങ്കിൽ സയാമി സെരട്ടകളെ 140 കോടി ജനങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ സിംഗപ്പൂരിലെ റാഫേൽസ് ഹോസ്പിറ്റലിൽ ലാല എന്നറിയപ്പെടുന്ന സയാമി സെരട്ടകളെ 140 ഡോക്ടർമാരാണ് ഓപ്പറേഷന് സാക്ഷ്യം വഹിച്ചത്. പക്ഷേ അവര് ജനിച്ചില്ലല്ലോ, അവര് മരണത്തിലേക്ക് മയങ്ങിപ്പോയില്ല. ചെറുപ്പക്കാരാ, ഈ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ 140 ഡോക്ടർമാര് സയാമി സെരട്ടകളുടെ ശരീരം കീറി മുറിച്ചു 140 കോടി ജനങ്ങൾ ഒരേ സമയത്ത് ദുആ ചെയ്തപ്പോ പരാജയപ്പെട്ടില്ലേ? കാരണം എന്താ? ഇന്നറാദനി അല്ലാഹു ബിലുർരിൻ അൽഹുന്ന കാസിഫാതു ലുർരിഹി, കൽഹുന്ന കാസിഫാതു ലുർരിഹി. അല്ലാഹ് കാര്യം തീരുമാനിച്ച അതിനെ തടയാ പിന്നെ ലോകത്താർക്കാണ് കഴിയുക? അല്ലാഹുവോട് പറയണം, അല്ലാഹുവേ, അവറാദനി ബിറഹ്മതിൻ അൽഹുന്ന മുംസികാതു റഹ്മതിഹി. നീ എനിക്കൊരു നന്മ വരണമെന്ന് തീരുമാനിച്ചാൽ ആ നന്മയെ തടയാൻ ആർക്കും കഴിയില്ല അല്ലാ. അതുകൊണ്ട് എന്റെ ക്യാൻസർ പിടിച്ച രോഗികളോട്, മാറാ പ്രയാസം അനുഭവിക്കുന്നവരോട് പോവു ചെറുപ്പക്കാരാ. എവിടേക്കെന്നറിയോ? പള്ളിക്കുള്ളിലേക്ക് കടന്നു പോകു, എന്നിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ പൊട്ടിക്കരയ്. നിനക്കറിയോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതല്ലേ? അയ്യൂബ് നബി ദുആ ചെയ്തു. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ, ഉർകുദു ബിരിദിലിക അദാ മുഖത്തസലൻ അബാരിദും വശറാബ്. നാവും ഹൃദയവും ഒടിച്ചു ബാക്കി മുഴുവനും പടുത്ത് വിറങ്ങലിച്ചു പോയ നിന്റെ രോഗം ഞാൻ മാറ്റാൻ പോവുകയാ. എങ്ങനെയാ മാറ്റിയത്? ഇത് അല്ലാഹു രോഗികൾക്ക് വേണ്ടി തന്ന ആയത്താണിത്. വേണമെങ്കിൽ അവനോട് പച്ചമരുന്ന് കൊടുക്കാം, അല്ലാഹു വേണമെങ്കിൽ ജിബ്രീലിനെ പറഞ്ഞു വിടാം. അയ്യൂബ് നബി ഒന്ന് തടികത്തലോടി ശിവയാക്കാം.
ഇല്ല. മരുഭൂമിയിൽ കാല് വെച്ച് ചവിട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരുഭൂമിയിൽ കാലനക്കിയപ്പോ ആ മരുഭൂമിയിൽ നിന്ന് നീരുറവുണ്ടായില്ല മുഅ്മിനീങ്ങളെ. മരുഭൂമിയിൽ വെള്ളമില്ലാത്ത മരുഭൂമിയിൽ അരുവി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കാലുമുക്കിയപ്പോ വെറും പച്ചവെള്ളത്തിൽ അയ്യൂബ് നബിയുടെ മാരക രോഗത്തിനുള്ള ശിവ കൊടുത്തെങ്കിൽ ഇതറിഞ്ഞത് കൊണ്ടാ ഹബീബായ നബിയുടെ സഹാബത്ത് ഒരു രോഗം വന്നപ്പോ രോഗം വന്നപ്പോ ഓടിയത് എവിടേക്കാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പള്ളിയിലോട്ട് പോകുമ്പോ പള്ളിയുടെ മിഹ്റാബിന്റെ കീഴെ ഇരുന്നിട്ട് ഒരു സഹാബി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ സഹിക്കാ കഴിയുന്നില്ല അല്ലാ, പ്രയാസങ്ങൾ മാറുന്നില്ല അല്ലാ. ഒരു ദിവസം പള്ളിയിൽ ഇരുന്നു കൊണ്ടൊരു സഹാബി പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കടന്നുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ കാൽപെരുമാറ്റം കേട്ടപ്പോ ആ സഹാബി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ബഹുമാനപ്പെട്ട അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂ ഉമാമ എന്തിനാണ് പള്ളിയിൽ വന്ന് ഇങ്ങനെ പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് അബൂ ഉമാമ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, തീരാ കടമാണ് നബിയേ, മാറാരോഗമാണ് നബിയേ. ഈ മാറാരോഗം സഹാബത്തിന് വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്ലേഗ് വന്നിട്ട് 10,000 സഹാബത്തുകൾ വഫാത്തായില്ലേ? 10,000 സഹാബത്ത് പ്ലേഗ് വന്ന് വഫാത്തായിട്ടുണ്ട്. സഹോദരങ്ങള്, നബിയെ മാറാരോഗമാണ്, സഹാബത്തിന് പോലും മാറാരോഗങ്ങൾ വന്നിട്ടുണ്ട്. സഹിക്കുന്നില്ല യാ റസൂലല്ലാഹ്, എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല നബിയെ. ആ സമയത്താണ് ലോകത്തിന്റെ ആധ്യാത്മികതയുടെ അനുഭൂതിയുടെ അനിർവചനീയമായ ആത്മാവിന്റെ ചികിത്സകന്റെ മറുപടി. അബൂ ഉമാമ തന്റെ സഹാബി മാറാരോഗം വന്ന് പള്ളിയിൽ പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ റിസാലത്തിന്റെ കൈകൊണ്ട് തടകിയില്ല, ചന്ദ്രനെ തിളച്ച് കാണിച്ച കൈകൊണ്ട് തടകിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ ഉമാമ നിനക്ക് ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം അബൂ ഉമാമ, ആ ദുആ നീ കൃത്യമായി ചൊല്ലിക്കോ, നിന്റെ സർവ്വരോഗങ്ങൾ ശിഫയാകും അബൂ ഉമാമ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ ونعوذ بك من غلبة الدين وقهر الرجال. നിങ്ങളും അടുത്തോ ചികിത്സിച്ചിട്ട് വാ ഇവിടേക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എല്ലാ നിസ്കാരത്തിന് ശേഷവും പറയണം, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ ഗലബത്തി الدين وقهر الرجال. അല്ലാഹുവേ പൊട്ടിക്കരഞ്ഞ് പറയ് സഹോദരങ്ങളെ, റബ്ബി ആതീകെ ദുആ ബനകി തമന്നാ മേരി ജിന്ദഗി ശം की सूरत में खुदा है तेरी, रब्बी आती है दुआ बनेगी तमन्ना मेरी जिंदगी शम्म की सूरत में खुदा है तेरी. അല്ലാഹുവേ റബ്ബേ, ഇനി നിന്റെ മുമ്പിൽ പറയാനല്ലാതെ, നിന്നെ മുമ്പിൽ പൊട്ടിക്കരയാനല്ലാതെ എനിക്കിനി ഒരിടമില്ല തമ്പുരാനെ. ഇടത്തും എതിരാളികൾ, വലത്തും എതിരാളികൾ, മുമ്പിലും വീഴാൻ ആഗ്രഹിക്കുന്നവർ, ഉണരുന്ന ഉഷസ്സുകളെ, അസ്തമിക്കുന്ന സന്ധ്യകളെ, പൊട്ടിക്കരയുന്ന പിഞ്ചു പൈതലുകളെ, തിരികെ പോകുന്ന വിധവയുടെ കണ്ണുനീരുകളെ, അവസാനം കരഞ്ഞ് തളർന്നു പോകുന്ന ഈ രോഗിക്ക് ആശ്വാസത്തിന്റെ, സമാശ്വാസത്തിന്റെ, ആത്മീയതയുടെ അത്യുന്നതമായ കുളിർത്തന്നലായി മദീനയുടെ പ്രഫുല്ല നായകന്റെ വാക്കുകളാണ്. പഠിക്കുക നിങ്ങൾ. അല്ലാഹുവേ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, സർവ്വ ദുഃഖത്തിൽ നിന്ന്, സർവ്വ പ്രയാസത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. വനഊദു ബിക മിൻ ഗലബത്തി ദൈനി, കടബാധ്യത വന്ന് എന്റെ തലയിൽ കുമിഞ്ഞുകൂടിയിട്ട്, വനഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹിരി റിജാൽ, മറ്റുള്ള ആളുകൾ എന്നെ നോക്കി പരിഹസിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു റബ്ബേ. ഇനി അബൂ ഉമാമ മറുപടി പറയട്ടെ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പഠിപ്പിച്ചതിൽ പിന്നെ
ഞാൻ ഈ ദുആ കൃത്യമായി ചൊല്ലാൻ തുടങ്ങി. ഒരൽപ്പനാളുകൾ കൊണ്ട് എന്റെ മാറാ രോഗങ്ങൾ ശിഫയായി എന്ന് സയ്യിദുനാ അബൂ ഉമാമത്തുൽ ബാഹിലി. വിശ്വാസം വേണം. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഏത് ദുആ അറിയാമോ? അറിയില്ല? എഴുതരാൻ സമയമില്ല. അറിയില്ല എന്നാ ഒരു പ്രാവശ്യം പറ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ 10 സലാത്തിന് മാറും. ഉറപ്പായി, എനിക്ക് ഉറപ്പാ. അല്ലാഹുമ്മ പാറമനുഷ്യന്മാരെ ഇങ്ങനെ ഒരു സദസ്സിനെ അവിടെ കിട്ടാനും ഉള്ള സയ്യിദന്മാരെ. അല്ലാഹുമ്മ ഇന്ന നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹിരി റിജാൽ. അല്ലാഹു സ്വീകരിക്കട്ടെ. അബൂ ഉമാമ ആരെങ്കിലും ഉസ്താദന്മാർക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ എഴുതി പഠിച്ചോളൂ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ മാറാൻ, ആദികൾ മാറാൻ, വ്യാധികൾ മാറാൻ, പ്രശ്നങ്ങൾ മാറാൻ, കണ്ണീരൊന്നൊടുങ്ങാൻ, സങ്കടക്കടലൊന്നടങ്ങാൻ, കൈപ്പിനീരൊന്നൊടുങ്ങാൻ, കാലുകൾ പതറാതിരിക്കാൻ, കരളിന് നോവ് പകരാതിരിക്കാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ. ആ മരുന്ന് മറ്റൊന്നുമല്ല, ദുആഉ മുഖുൽ ഇബാദ. അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യുക. നമ്മൾ പറയും ആ രോഗത്തിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു ഇല്ലാ അൻസലഹു ദവാ. മരുന്ന് കണ്ടുപിടിക്കപ്പെടാത്ത ഒരു രോഗവും അല്ലാഹു ഈ ഭൂമിയിൽ ഇറക്കിയിട്ടില്ലെന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. ആളുകൾ പറയും ലോകത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മാ അൻസലല്ലാഹു ഇല്ലാ അൻസലഹു ദവാ. മരുന്ന് കണ്ടുപിടിക്കാത്തപ്പെടാൻ ഒരു രോഗം ഈ ഭൂമി നടത്തിയിട്ടില്ല. അതിനർത്ഥമല്ല മരുന്നുണ്ട്, നിന്റെ ബുദ്ധിക്ക് ഇതേവരെ കണ്ടുപിടിക്കാൻ, നിന്റെ ബുദ്ധിക്ക് ഇതേവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല നമുക്ക് പിന്നെ. ഒന്നാമത്തെ കാര്യം ദുആ ചെയ്യുക. ദുആയുടെ കാര്യത്തിൽ ഒന്നും മറക്കരുത്. ചെയ്യൂലേ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏത് രോഗം ബാധിച്ചാലും, ഏത് പ്രയാസം ബാധിച്ചാലും ആ രോഗം നീ മരുന്ന് കടിച്ചാൽ തന്നെ അത് മാറ്റേണ്ടതാരാ? ഷാഫി അല്ലയല്ലേ? പാതിരാ സമയത്ത് എഴുന്നേക്കണം സഹോദരങ്ങള്. കാരണം എന്തെന്നറിയോ? മാരകമായ ക്യാൻസർ വന്നാൽ രാത്രിയിൽ ദുആ ചെയ്യുക. ആ ദുആയിനൊരു ഭംഗമുണ്ടാകരുത് കൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആകാശത്ത് കാറ്റൊന്ന് തിമിർത്ത് വീശിയാൽ, മദീനയിലെങ്ങാനും മഴയൊന്ന് തിമിർത്ത് പെയ്താൽ, മദീനയുടെ മറുഭാഗത്ത് വല്ലാതെ കാറ്റൊന്ന് വീശുന്നത് കണ്ടാൽ അല്ലാഹുവിന്റെ റസൂൽ നേരെ ഖമീസ് എടുത്തിട്ട് വുളുവെടുക്കും. മസ്ജിദുൻ നബവിയിലേക്ക് ഓടി വന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഹവ്വിൽ ലനാ വലാ അലൈനാ. ഇത് മദീന പഠിപ്പിച്ചു തന്ന പാഠമാണ്. ഏത് പ്രയാസമുണ്ടെങ്കിലും ദുആ ചെയ്യുക. ആകാശത്ത് മഴയൊന്ന് തിമിർത്ത് പെയ്യുമ്പോ, ഇടിമിന്നലൊന്ന് വീശുമ്പോ, വല്ലാതെ കാറ്റാശുമ്പോ അല്ലാഹുവിന്റെ റസൂലോട് പള്ളിയിലേക്ക്, ആ പള്ളിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. അല്ലാഹുവേ 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 ഈ മുഹമ്മദിന്റെ അവസാനത്തെ താണി നീയാണല്ലാ. അതുകൊണ്ട് ദുആ ചെയ്യുക സഹോദരങ്ങളെ, സഹോദരങ്ങളെ. അവസാനത്തെ ഏറ്റവും വലിയ ദുആയടാ. അതാണ് പറയുന്നത് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നീലാകാശം നിരന്ന് കിടക്കുന്ന നീല നിശീതിനിയുടെ താഴ്ഭാഗത്ത് നീലക്കടലിന്റെ നടുവിലൂടെ കപ്പലിൽ സഞ്ചരിക്കുമ്പോ ആരാരും കടന്നു വരാത്ത കടലിന്റെ നടുവിൽ ബഹുമാനപ്പെട്ട യൂനുസ് നബിയുടെ 2 കാലിലും കയ്യിൽ പിടിച്ചിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ സഹോദരങ്ങള്? ആരുമില്ലാത്ത കടലില്
പഠിച്ചുകൊള്ളുക നിങ്ങൾ. ആരുമില്ലാത്ത കടലിന്റെ മധ്യത്ത്, ആ മധ്യത്തിലേക്ക് വീണ യൂനുസ് നബിയെ തിമിംഗലം വിഴുങ്ങുകയാണ്. ആ തിമിംഗലം യൂനുസ് നബിയുമായി കടലിന്റെ ഉള്ളിലേക്ക് പോയി. ഈ സംഭവം പറയുമ്പോ ഖുർആന്റെ ഒരു വാക്യമുണ്ട്, വദന്നൂനി ഇദ്ഹബ മുഗാലിബാ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി. ആ പതിരാവിന്റെ നിശബ്ദതയിൽ ആരാരെ കടന്നു വരാത്ത നടുക്കടലിന്റെ മധ്യത്തിൽ തിമിംഗലത്തിന്റെ വയറ്റുള്ളിൽ കിടക്കുമ്പോ യൂനുസ് നബിക്ക് മനസ്സിലായി, അല്ല പറയുകയാണ്, ഞാൻ രക്ഷപ്പെടില്ല. ഇതെന്തിനാ അല്ല പറഞ്ഞത്? മാറാരോഗം വന്നിട്ട് രക്ഷപ്പെടില്ലെന്ന് വിധി എഴുതുന്നവരോട്, ഈ സദസ്സിനോട് പറയുകയാണ് ഞാൻ, ഇത് ഖുർആന്റെ ചികിത്സയാണ്. ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പ്രവാചകനായ യൂനുസ് നബിക്ക് തോന്നിയപ്പോ അടുത്ത വായത്തെന്താ? ഇരുട്ടത്തിരുന്നിട്ട് ദിക്റെല്ലാം തുടങ്ങി. ഇരുട്ടത്തിരുന്ന് ദുആ ചെയ്യണം. പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മുസല്ല വിരിച്ചിട്ട് ദുആ ചെയ്യണം. ആ ദുആയാണ് പടച്ചറപ്പിനെ അടുപ്പിക്കുക. കാരണം പാതിരാത്രിയായി കഴിഞ്ഞാൽ അല്ലാഹു നേരിട്ട് ദുആ സ്വീകരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കരയ് സഹോദരങ്ങളെ, കരഞ്ഞല്ലാരോട് ദുആ ചെയ്ത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അല്ലാഹുവിനോട് നീ ദുആ ചെയ്യുമ്പോ കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ നീ അഭിനയിക്കണം. കരയുന്നത് പോലെ അഭിനയിക്കണം. നിന്റെ കണ്ണുനീരാണ് റബ്ബിനിട്ടം. അതുകൊണ്ട് സഹോദരങ്ങളോട് സഹോദരിമാരോട് കരയണം. അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ, ആരെന്നെ കൈവിട്ടാലും നീ എന്നെ കൈവിടല്ലേ അല്ലാ. ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും നീ എന്നെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ. നീ തന്നാലല്ലാതെ ഞാൻ നിന്റെ ഖജനാവിന്റെ മുമ്പിൽ നിന്ന് പോവില്ല അല്ലാഹുവേ. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ഒരു മരുന്നും പരാജയപ്പെട്ടാലും പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ കണ്ണുനീര് തടം തെല്ലിയാത്തൊടുകട്ടെ. എന്നിട്ട് അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ, നീ തന്നാലല്ലാതെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് പോവില്ല അല്ലാ. നീ അല്ലാതെ എനിക്കൊരു അഭയമില്ല. ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയണം. നിന്റെ കണ്ണുനീരിനെ അല്ലാഹുവിന്റെ ദർബാറിനെ സ്വാധീനിക്കാൻ കഴിയൂ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ മോചനം. രണ്ടാമത്തെ മോചനം. ഇനി 3 മരുന്ന് വേറെ ഉണ്ട്, നിങ്ങൾ പറയാം. ഇത് ഖുർആൻ. നബിയുടെ 3 ചികിത്സ അത് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 3 ദിക്ർ. എപ്പോ ദിക്ർ ചെയ്യണം? ഖുർആനിൽ രക്ഷപ്പെടും ഞാൻ ഉറപ്പായപ്പോ മാറ്റി രാത്രി ഇരുട്ടത്തിരുന്ന് ദുആ ചെയ്യൽ. ആ സമയത്താണ് മോനെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഓപ്പറേഷൻ നടത്തുക. എന്തേ കഴിയുന്നില്ല? ധീരനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം നെഞ്ച് കീറി മുറിച്ചുകൊണ്ട് അമ്പ് പാഞ്ഞു കയറിയപ്പോ അനുയായികൾ അമ്പ് വലിച്ചിറക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, എനിക്ക് വേദനിക്കുകയാ. ശരീരത്തിലേക്ക് ഹൃദയം കീറി മുറിച്ചുകൊണ്ട് അമ്പ് തുളച്ചു കയറിയപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, സഹാബാ വലിക്കല്ലേ വലിക്കല്ലേ. അസ്ത്രത്തിന്റെ കൂത്ത ഭാഗം ചങ്കില് കൊണ്ടിട്ട് നിലവിളിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, സഹാബാ ഞാൻ നമസ്കരിക്കാൻ കൈകെട്ടുകയാ. ആ സമയത്ത് ഞാൻ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ അമ്പ് നിങ്ങൾ വലിച്ചൂരിയെടുക്കുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതാണ് ഖുർആന്റെ ചികിത്സ. നമസ്കാരത്തിലേക്ക് കൈകെട്ടി അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വന്നു. ആ സമയത്ത് പടച്ചറപ്പിലേക്ക് ഹൃദയം കേന്ദ്രീകരിച്ച് ചുറ്റുപാടിനെ കുറിച്ച് ഓർമ്മയില്ല, ഒന്നും അറിയുന്നില്ല. ആ സമയത്ത് ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയ അമ്പ് സഹാബാത്ത് പുറകിൽ നിന്ന് വലിച്ചൂരിയെടുത്തു. 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് അലി റളിയല്ലാഹു തആല ചോദിച്ചില്ല, സഹാബാ ഞാൻ നിസ്കരിക്കുമ്പോ അസ്ത്രം ഊരിയെടുക്കാൻ പറഞ്ഞിട്ട് എന്തേ നിങ്ങൾ ഊരിയെടുത്തില്ല? സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ ഊരിയെടുത്തു, നിങ്ങൾ അറിഞ്ഞില്ലേ? റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നപ്പോ ശരീരത്തിലേക്ക് തുളച്ചുമേറിയ അസ്ത്രം ഊരിയെടുത്തിട്ടതിന്റെ വേദന പോലും അറിയാതെ
അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോ മാറാ രോഗം ബാധിച്ചവരോട്, പ്രയാസം ബാധിച്ചവരോട് പാതിരാ സമയത്ത് കിടക്കപ്പായി നിന്നിട്ട് മുസല്ലയിലേക്ക് വിരിച്ചിട്ടിട്ട് നീ നിന്റെ റബ്ബും തമ്മിൽ ബന്ധപ്പെടണം. ആ സമയത്ത് നിന്റെ ഹൃദയം അല്ലാഹുവിന്റെ അർശിലേക്ക് ബന്ധിക്കപ്പെടണം. നാസൂത്തും ജബറൂത്തും കടന്ന് അർശിന്റെ തമ്പുരാനിലേക്ക് ഹൃദയം വിലയം പ്രാപിച്ചിട്ട് ആ സമയത്ത് പാതിരാത്രിയിൽ നിന്ന് അല്ലാഹ് എന്നൊന്ന് വിളിക്കാൻ കഴിഞ്ഞാൽ അതിനുശേഷം പാതിരാത്രിയിൽ നിന്നിട്ട് ദിക്ർ ചൊല്ലണം. ഏത് ദിക്റാണ്? ഏത് ദിക്റാണ്? ഖുർആൻ പറയുന്നു, അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 40 ദിവസം ഈ ദിക്ർ ചൊല്ലിയപ്പോഴാണ് യൂനുസ് നബി തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ദുനിയാവിലേക്ക് തിരിച്ചു വന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാതിരാ സമയത്ത് റബ്ബിനോട് ദുആ ചെയ്യുക, 2 ദിക്ർ ചൊല്ലുക. ആ ദിക്റാണ് ഉറക്കെ പറ, ലാ ഇലാഹ ഇല്ലാ അന്ത. ഇനി ഇതിൽ കൂടെ ഒരു സദസ്സിന് പറയാനില്ല. ഇവിടുന്ന് 10 ക്യാൻസർ രോഗികളുടെ രോഗം മാറണം. അല്ലാഹു മാറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കെ പറ. ക്യാൻസർ മാത്രമല്ല, ഏത് രോഗവും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് മാറ്റണം. പറ, ലാ ഇലാഹ ഇല്ലാ അന്ത, ലാ ഇലാഹ ഇല്ലാ അന്ത. ഉറക്കെ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു ഈ പ്രയാസം മാറ്റി തരട്ടെ. അപ്പൊ ഒന്ന് ക്യാൻസറിന്റെ ചികിത്സയാണ്. ഒന്ന് ദുആ ചെയ്യുക, 2 രാത്രിയിൽ, പകലല്ല രാത്രിയിൽ ഈ ദിക്ർ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. മൂന്നാമത്തെ ചികിത്സ വതിലാവത്തുൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുക. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുക. കാരണം ഖുർആൻ ശിഫയാണെന്ന് ഖുർആൻ. അപ്പൊ ഏത് രോഗത്തിന് ശിഫ ഏതാവണം? ക്യാൻസർ രോഗികളുടെ വേദന മാറാൻ ഒറ്റമൂലിയുള്ളൂ. അതേതാ? അതൊരു ലയമാണ്. വേദന കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുമ്പോ ആ സമയത്തോതണം തിലാവത്തുൽ ഖുർആൻ. എന്തേ സഹോദരങ്ങള്, പോപ്പ് സംഗീതനായ കെട്ടി സ്റ്റീവൻസ് അർബുദം ബാധിച്ച് ലണ്ടനിലെ ഹോസ്പിറ്റലിൽ താമസിക്കുമ്പോ ക്രൈസ്തവ പാതിരിമാര് ബൈബിള് പാരായണം ചെയ്തപ്പോ ആ സമയത്ത് കെട്ടി സ്റ്റീവൻസിന്റെ രോഗത്തിന്റെ വേദന മാറിയില്ല. അവസാന കറുകരുത്ത സുഡാനി ബാലൻ കെട്ടി സ്റ്റീവൻസ് എന്ന ക്രിസ്ത്യാനിയുടെ മുമ്പിൽ വെച്ച് ഖുർആൻ ഓതിയില്ലേ. الرحمن علم القرآن خلق الإنسان علمه البيان. ആ ഖുർആൻ ഓതേണ്ട താമസം കെട്ടി സ്റ്റീവൻസിന്റെ വേദന മാറി. അയാൾ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ ടെൻഷനായി. ഹസ്സാനോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, ഹസ്സാനെ ഒരു പാട്ട് പാട് ഹസ്സാനെ. ഹസ്സാൻ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമറേ, അല്ലാഹുവിന്റെ ഖുർആൻ കയ്യിലിരിക്കുമ്പോ പാട്ടെന്തിനാ? വേദന മറക്കാൻ സംഗീതം കേൾക്കുന്നവരെ ഓതുക തിലാവത്തുൽ ഖുർആൻ. 1 സൂറത്ത് യാസീൻ ഓടുക, 2 സൂറത്ത് സജദ ഓടുക, 3 സൂറത്തുൽ മുനാഫിഖൂൻ. സൂറത്തുൽ മുനാഫിഖൂൻ ഓടുക, 4 സൂറത്തുൽ മുൽക്ക് ഓതുക, 5 സൂറത്തു താരിഖ് ഓതുക. ക്യാൻസർ രോഗികളെ പ്രത്യേകിച്ച് 5 സൂറത്തുകൾ. 1 സൂറത്ത് യാസീൻ, മറ്റൊന്ന് സൂറത്ത് സജദ, മറ്റൊന്ന് സൂറത്തുൽ മുനാഫിഖൂൻ, മറ്റൊന്ന് സൂറത്തു താരിഖ്, മറ്റൊന്ന് സൂറത്തുൽ അഅല. ഈ 5 സൂറത്തുകൾ വേദന മാറുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഓതിയിട്ട് ശിഫ കിട്ടിയില്ലെങ്കിൽ وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. അല്ലാഹുവാണ് പറഞ്ഞത്, ഈ ഖുർആൻ ഞാൻ ഇറക്കിയത് നിങ്ങളുടെ രോഗത്തിന് ശിഫയായിട്ടാണ്. അതുകൊണ്ടാണ് ഉസ്താദ് തലയിൽ പിടിച്ചിട്ട് ഇശ്വി എന്നോലിയാൽ വേദന മാറും. അല്ലാഹുവാണ് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ എത്രയൊക്കെയായി? 1 ദുആ, 2 ദിക്ർ.
എന്താ പക്ഷേ എനിക്ക് ആൻസർ വന്നവർ മാത്രം ഓതാനായിട്ട് എല്ലാവർക്കും 3 സൂറത്ത് യാസീൻ. ഹൃദയത്തിന് രോഗമുള്ളവർ വലത് ഭാഗത്ത് വലത്തെ ഭാഗത്ത് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് സൂറത്ത് യാസീൻ ഓതിയാൽ ഹാർട്ട് ബ്ലോക്ക് ഉള്ളവരുടെ ബ്ലോക്ക് മാറും, ഉറപ്പ്. കാരണം കൽബുൽ ഖുർആന്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. ഖുർആന്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. ഹൃദയം ഏത് ഭാഗത്താ? ഇടത് ഭാഗത്ത്. വലത്തെ കൈ എടുത്ത് ഇടത് ഭാഗത്ത് വെച്ചിട്ട് സൂറത്ത് യാസീൻ ഓതുക. ഹാർട്ടിന്റെ രോഗമുള്ളവർ മാറും. ഒത്തിരി ചികിത്സയുണ്ട്. ഇനി ഒരു 3 ചികിത്സകളുണ്ട്, പറയട്ടെ. 3 ചികിത്സകളുണ്ട്, പറയട്ടെ. ഖുർആനിൽ ശിഫയുണ്ടെന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന്, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏത് രോഗത്തിന്റെയും മരുന്ന് 3 കാര്യത്തിലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഏത് രോഗത്തിന്റെയും മരുന്ന് 3 കാര്യത്തിലാണ്. ഒന്ന് അദ്ദവാഉ ബിൽ അസ്ലി, ഒന്ന് തേൻ കൊണ്ട് ശിഫ ഉണ്ടാവുക, ഒന്ന് തേൻ കൊണ്ട് ചികിത്സിക്കുക. അന്ന റജുലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ സഹോദരന് വയറുവേദനയാണ് നബിയേ, എന്റെ സഹോദരന് വയറുവേദനയാണ് നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ സഹോദരന് തേൻ കുടിക്കാൻ കൊടുക്കുക. അയാള് തേൻ കുടിക്കാൻ കൊടുത്ത് രണ്ടാമതും വന്നു, യാ റസൂലല്ലാഹ്, ഓ വയറുവേദന മാറിയില്ല നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, തേൻ കുടിക്കാൻ കൊടുക്കുക. മൂന്നാമതും വന്നു, യാ റസൂലല്ലാഹ്, തേൻ കുടിച്ചിട്ട് ശിഫയില്ല നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖദ് സദഖല്ലാഹ്, അല്ല പറഞ്ഞത് സത്യമാണ്, തേനിൽ ശിഫയുണ്ടെന്ന് അല്ല പറഞ്ഞത് സത്യമാണ്. പക്ഷേ നിന്റെ സഹോദരന്റെ വയറ് കള്ളമാക്കിയതാണ്, ആ തേരിനെ നിന്റെ സഹോദരന്റെ വയറ് സ്വീകരിക്കാത്തതാണെന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത് തേൻ കൊടുക്കാൻ നബി തങ്ങൾ കൽപ്പിച്ചു. ആ സമയത്ത് തേൻ കൊടുത്തപ്പോ ആ മനുഷ്യന്റെ രോഗം മാറിയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പറയുകയാണ്, രണ്ടാമത്തേത് കൊമ്പ് വെപ്പിക്കുക. പഴയ കാലത്ത് ഒരു ആചാരമാണ് രക്തമെടുത്ത് കടിക്കുക. മൂന്നാമത്തേത് തീ കൊണ്ട് കരിച്ചു കളയുക. അത് ശിഫയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ തീ കൊണ്ട് കരിക്കുന്നതിന് അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. 14 നൂറ്റാണ്ട് മുമ്പ് ആമിനയുടെ മുത്തുമോ പറയുകയാണ്, ഏതു മാരക രോഗത്തിനും തീ കൊണ്ട് കരിച്ചു കളയുക. ഇന്നലെ ക്യാൻസറിന് റേഡിയേഷൻ കൊണ്ട് കരിച്ചു കളയലാണ് പതിവ്. തീ കൊണ്ട് കരിച്ചു കളയുക റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നില്ല. ഇപ്പോഴും ക്യാൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ, പാറമനുഷ്യന്മാർ ഇപ്പോഴും ക്യാൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ കീമോതെറാപ്പിയാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ.